ദക്ഷിണ റെയിൽവേയുടെ എക്സ് അക്കൗണ്ടിൽ RSS ഗണഗീതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഉദ്ഘാടന വേളയിൽ സരസ്വതി വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവരുടെ സ്കൂൾ ഗാനം പാടുന്നു എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഗണഗീതത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം കൂടി ചേർത്താണ് പുതിയ പോസ്റ്റ്. നേരത്തെ സംഭവം വിവാദമായതിനെ തുടർന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ റെയിൽവേ പിൻവലിച്ചിരുന്നു. യൂട്യൂബ് ചാനലിൽ നിന്ന് സ്ത്രീവിരുദ്ധ വീഡിയോ 7 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് യൂട്യൂബർ ഷാജിൻ സ്കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം. സ്ത്രീവിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നത് കോടതി വിലക്കി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പാലാരിവട്ടം പോലീസിൽ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. കേസിൽ ഷാജിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ട പദവിയിൽ. മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാന് കർദിനാള് സെബാസ്റ്റ്യന് ഫ്രാൻസിസ് മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിലായിരുന്നു ചടങ്ങുകൾ. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് തിരുസ്വരൂപം അനാവരണം ചെയ്തു. പാതി പണി കഴിഞ്ഞ് വീട് ഇടിഞ്ഞ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് ദാരുണമായ സംഭവം നടന്നത്. സഹോദരങ്ങളായ ആദി, അജ്നേഷ് എന്നിവരാണ് മരിച്ചത്. ബന്ധുവായ അഭിനയ എന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അഭിനയ നിലവിലെ ചികിത്സയിലാണ്. മുക്കാലിയിൽ നിന്നും 4 കിലോമീറ്റർ വനത്തിനകത്തുള്ള ഊരിലാണ് അപകടം. വനം വകുപ്പിന്റെ ജീപ്പിലാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചത്. ആൾതാമസമുള്ള വീടായിരുന്നില്ല ഇത്. കുട്ടികൾ ഇവിടെ കളിക്കാൻ പോയപ്പോഴാണ് അപകടം. ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രമെന്ന രീതിയിൽ ശ്രദ്ധേയമായ റിലീസിനൊരുങ്ങുന്നു. ജനനായകനിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു. അനിരുദ്ധ രവിചന്ദ്രന്റെ സംഗീതത്തിൽ അനിരുദ്ധ തന്നെയും വിജയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ദളപതി കച്ചേരി എന്ന ഗാനം മിനിറ്റിലധികം കാഴ്ചക്കാരെ നേടി. ഗാനത്തിൽ വിജയ്ക്കൊപ്പം മമത ബൈജുവിന്റെയും പൂജ ഹെഗ്ഡെയുടെയും തകർപ്പൻ ഡാൻസാണ് ഹൈലൈറ്റ്. ജനനായകൻ ബാലയ ചിത്രം ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ മമത ബൈജു വിജയുടെ മകളെയാണ് അഭിനയിക്കുന്നത് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരമുണ്ടായിരുന്നു. നടി ഗൌരി കിഷനെതിരായ ബോഡി ഷേമിംഗ് പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് യൂട്യൂബർ RS കാർത്തിക്. താൻ ബോഡി ഷേമിംഗ് ചെയ്തില്ലെന്നും തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും RS കാർത്തിക് പറയുന്നു. തന്റെ ചോദ്യം നടിയെ വേദനിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഖേദം പ്രകടിപ്പിച്ച് വീഡിയോ പുറത്തുവിട്ടു. എല്ലാവരും നടിക്ക് പിന്തുണ നൽകുന്നു. മനഃപൂർവ്വമായിരുന്നില്ല ഇതെന്നും യൂട്യൂബർ വീഡിയോയിൽ വിശദീകരിക്കുന്നു.